ഹലോ ഗൈസ്, ഞാൻ ലക്ഷദ്വീപ് പബ്ലിക് സ്റ്റാറാണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നോമ്പ് 10 ഗൈസ്. എന്ന് വെച്ചാൽ ഇന്ന് ഓട്ടോ സ്റ്റാൻഡിലൊക്കെ നോമ്പ് തുറ ഉള്ളതാണ്. പിന്നൊരു കാര്യം, ഇങ്ങനെ ചോദിക്കരുത് 1 മുതൽ 9 വരെ എന്തിനാ ഇടാത്തത്. പക്ഷെ ഇടാനൊക്കെ കൊതിയുണ്ട്, ടൈം കിട്ടിയിട്ടില്ല. അപ്പം എനിക്ക് കുറേ ബിസിനസ്സുകാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എടുക്കാനും പറ്റിയിട്ടില്ല. അപ്പം എൻ്റെ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ ബിസ്ക്കറ്റ് കച്ചവടമൊന്നുമില്ല. ഇതാണ് കാണിച്ചു തരാം. കച്ചവടം മറ്റേ ബത്തക്ക, മാംഗോ മിൽക്ക്, സാൻഡ്വിച്ച്, സജ്വാൻ മോമോസ്, ചില്ലി മോമോസ്, ബിരിയാണി, പിന്നെ ബർഗർ, റാപ്പ്, ഇതെല്ലാമാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെയാണ് ഞാൻ വിൽക്കുന്നത്. ബിസിനസ്സാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ച് വിചാരിക്കരുത്. ഇതൊക്കെയാണ് എല്ലാം എൻ്റെ ബിസിനസ്. നോമ്പ് 30 വരെ ഇങ്ങനെ ഈ ബിസിനസ് തുറന്നുകൊണ്ടേയിരിക്കും. അപ്പം കുറേ നാളായി വീഡിയോ ഇട്ട്. ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്. എൻ്റെ വീടൊക്കെ കണ്ട് കുറച്ച് നാളായി. ഇത് ഫ്രീയില്ല. നമ്മൊരു സാധനം വിൽപ്പാറാച്ചാൽ ഇത് ഫ്രീ കൊടുക്കും. ഞങ്ങളെ കുടുംബവും പോറ്റണം, നിങ്ങളെ കുടുംബവും പോറ്റണം. കുടുംബം പോറ്റണമെങ്കിൽ വെള്ളി വേണ്ട ഇല്ലേ? വെള്ളി ഉണ്ടായാലോ എന്നും നേടാൻ കഴിയാം. ചിലർക്കൊക്കെ പിച്ചുണ്ടാക്കാം, ചിലർക്ക് ബ്ലോഗ് ചെയ്തുണ്ടാക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ബ്ലോഗ് ചെയ്യണ്ട, അതൊക്കെ പൈസ കിട്ടില്ല. പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കച്ചവടത്തിന് അയക്കാനോ കേട്ടിട്ടുണ്ടെന്നല്ല കേൾക്കണ്ടേ. എന്നാലും ഇങ്ങനെ തുടങ്ങി. പിന്നെ നാം കിട്ടുന്ന അത്ര വരെ ശ്രമിച്ചാൽ എത്രന്ന് വരില്ല. കുറേ ആൾക്കാരെല്ലാം കേൾക്കണ്ട യൂട്യൂബിൻ്റെ എത്ര രൂപ കിട്ടണ്ട, എത്ര രൂപ കിട്ടുകയില്ല. നാക്ക് കിട്ടാൻ തുടങ്ങിയാൽ അറിവാൻ എല്ലാവർക്കും ഉള്ള മറുപടിയാണ് നാക്ക് കൊടുക്കേണ്ടത്. അപ്പം ഇന്ന് വീഡിയോ ഇടാനുള്ള കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് ഓട്ടോ സ്റ്റാൻഡിൽ ഇഫ്താർ എത്തുന്ന വഴിയിൽ നോക്കാം. ഇതിന് പങ്കെടുക്കണമെന്നുണ്ട്. ബിസിനസ് ആയതുകൊണ്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ്. ഇതൊക്കെ വിറ്റിട്ട് വേണം എനിക്ക് കുറേ മാസം കഴിഞ്ഞ് കുറേ കലാപരിപാടിയൊക്കെ തുടങ്ങണം. എൻ്റെ പരിപാടി കുറേ പ്ലാനുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനുള്ള എല്ലാം സെറ്റ് ചെയ്യണം, പൈസ ഉണ്ടാക്കി കുറേ ഇതാക്കണം, കുറേ വീടുണ്ടാക്കണം, വീട് മൊഞ്ചാക്കണം, എല്ലാം റെഡിയാക്കണം. കുറേ പണിയുണ്ട്. അപ്പോൾ കുറേ പൈസ ഉണ്ടാക്കി കുറേ. അപ്പോൾ എനിക്ക് പുതിയൊരു ഫോൺ എടുക്കണം. നിങ്ങൾക്കറിയാം എൻ്റെ ഫോണ് കേടായ ഫോണാണ്. ഇത്രയും നാളും കേടായ ഫോൺ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ലാവുന്നത്. അപ്പം എല്ലാവരും എന്നോട് പറയാണ്, നീ 2 ഫോണുണ്ടല്ലോ. അപ്പം എൻ്റെ 2 ഫോണില്ല. അപ്പം എൻ്റെ 2 ഫോണുണ്ട്, പക്ഷെ ഒന്നൊരു കേടായ ഫോൺ. അതിൽ സിമ്മും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം യൂട്യൂബിനോട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മാത്രം. സിമ്മൊന്നും വർക്കാവില്ല, ഫോണൊന്നും വിളിക്കാൻ പറ്റില്ല. അപ്പം അമ്മ എവിടെയാണ് നിർത്തി
രണ്ട് ഫോണിൽ ഒന്നാമത്തെ ഫോൺ ഇതിന് ഒരു പഴയൊരു ഫോണാണ്, ആദ്യം യൂസ് ചെയ്തൊരു ഫോൺ. അപ്പം അതിന് മുന്നേ എടുത്ത് ഞാൻ ഇത് വച്ച് ഇതും കൂടെ അടിച്ചോന്ന് കാര്യത്തിൽ പിന്നെ റാമെന്നല്ല 2G റാമാണ്, പിന്നെ റാം 2G റാം. അതുകൊണ്ട് ഇതും കൂടെ അടിച്ചാൽ വീഡിയോ എടുക്കാൻ കഴിയും, അടിച്ചാൽ അപ്ലോഡ് ചെയ്യാൻ പല ജീവികളെല്ലാം കഴിയാം. അതുകൊണ്ട് ഞാൻ 8+8 iQ Z9X ഫോൺ എടുക്കുന്നതാണ്. അതാണ് ഇപ്പം ഞാൻ ആ ഫോണും കൊണ്ട് ആ ഫോൺ കൊണ്ടാണ് ഇപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പോക്കോ തന്നെ ഞാൻ അധികം യൂസ് ചെയ്തപ്പോൾ റെഡ്മി ഫോണായിരുന്നു. ആ റെഡ്മി ഫോൺ ഞാൻ ഇപ്പോൾ അത് ബാറ്ററി എന്തോ കംപ്ലൈൻ്റ് കേടായിപ്പോയി. അപ്പം ഈ ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതായത് പോക്കോയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് iQ യൂസ് ചെയ്യുന്നു. റെഡ്മി കഴിഞ്ഞിട്ട് പോക്കോ സോറി പോക്കോ ആണെങ്കിൽ പോക്കോ. ഇപ്പോൾ പോക്കോ ആണ് ഇത്ര വരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ ഫോൺ എടുക്കാൻ കുറേ കണ്ടൻറ്റും കാര്യമൊക്കെ എല്ലാം റെഡിയായിട്ട് വേണം, ബിസിനസ്സൊക്കെ ഇങ്ങനെ വളർന്നിട്ട് വേണം ഒന്ന് റെഡിയായിരിക്കാം. അപ്പോൾ പുതിയ കണ്ടൻറ്റും കാര്യമൊക്കെ ഇടാനും ഇതാക്കാനും എല്ലാം അപ്ലോഡ് ചെയ്യാനും നെറ്റ്വർക്കിനുള്ള ചെയ്യണമെങ്കിൽ അത്യാവശ്യമായിട്ട് എനിക്ക് പുതിയൊരു ഫോൺ വേണം. അപ്പോൾ ഞാനൊരു ഫോൺ എടുക്കാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫണ്ട് റെഡിയായാൽ പെട്ടെന്ന് തന്നെ എടുക്കും. അതിനുള്ള ഫണ്ടൊന്നും റെഡി ആയിട്ടില്ല. പെട്ടെന്ന് തന്നെ ഫണ്ട് റെഡിയാക്കിയിട്ട് നമ്മൾ ഫോണെടുത്ത് വീഡിയോ ഒക്കെ എടുക്കും. പിന്നെ വേറെന്തൊരു കാര്യം എന്തോ പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ വിളിച്ചപ്പോൾ അതിനെ ഫ്ലോയിൽ അതും പോയി. എന്തോ മുമ്പൂറെ എന്തോ പറയാൻ പോലെ ഓട്ടോ സ്റ്റാൻഡ് എടുക്കാൻ പറയുമ്പോൾ സ്റ്റാർ അതുമില്ല. സാൻഡ്വിച്ച് ബർഗർ അതുമില്ല. അപ്പോൾ ഓർമ്മ വരുന്നില്ല ഗൈസ്, ഓർമ്മ വന്നാൽ ചൊല്ലാം. അത്ര ആലോചിച്ചിരിക്കാം. പിന്നെ എൻ്റെ എൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന അയൽക്കാരികളിൽ നാമുളിവിലെ അയൽക്കാരികൾ ഇപ്പോൾ അന്യപ്പെട്ട് അയൽവാസി എന്നോടെ കച്ചവടം അയൽവാസികളെ അങ്ങ് പരിചയപ്പെടുത്തൂല, ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് കാണിച്ചു തരാം. അയൽവാസികളെ ഞാൻ ഞങ്ങൾ അയൽവാസി ഇതെൻ്റെ നാട് കവർത്തിയുടെ മെയിൻ തെറ്റിയുടെ ജംഗ്ഷനാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഓട്ടോ സ്റ്റാൻഡ്. വേണ്ട, കവരത്തിലെ ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെയാണ് ഇന്ന് നോമ്പുറയുള്ള ഇഫ്താർ. ഇന്ന് മഗ്‌രിബിനാണ് ഇവിടെ എല്ലാ ഐറ്റവും നാട്ടുകാരൊക്കെ എല്ലാവർക്കും നോമ്പ് തുറയാണ്. ഇതിനോട് വെച്ചാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ എൻ്റെ അയൽവാസികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു അയൽവാസി, മറ്റൊരു അയൽവാസി, മറ്റൊരു അയൽവാസിയും കാണിച്ചു.
ഇവിടെ നമ്മളവിടെ കവരത്തി. അപ്പോൾ കച്ചവടക്കാരല്ല, സാധനം ഇനിയിപ്പം മുന്നായിട്ടാണ്. അപ്പോൾ എന്നെ വീടെടുക്കാൻ കുറച്ചും ബുദ്ധിമുട്ടായി. അപ്പോൾ എൻ്റെ നാട് കവരിച്ച്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഏകദേശം പറഞ്ഞു തോന്നുന്നു. അപ്പോൾ ഇവിടെയാണ് മെയിൻ ജെട്ടി. നമ്മളെ സ്പീഡ് വെസൽ എല്ലാം കെട്ടുന്നത്. പിന്നെ കപ്പലിൽ വന്ന് ബോട്ടിൽ വന്ന് ഇളിഞ്ഞു വരുന്നതെല്ലാം ഇങ്ങനെയാണ്. ഗസ്റ്റുമാരൊക്കെ വെസലിലൂടെ വരുന്നത് ഈ ഗേറ്റിലൂടെയാണ്. അപ്പം അതിൻ്റെ ജംഗ്ഷനിലാണ് നമ്മൾ കച്ചവടം നടക്കുന്നത്. ഇതാണ് നമ്മളുടെ സാധനം. അധികം പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെല്ലൊന്ന് ഓപ്ഷൻ. നമ്മൾ അയൽവാസിയുടെ ഷുളല വിൽക്കുന്ന ആളുകളുമുണ്ട്. രൂപ ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ട്.